Hi guys, welcome to EduPod. നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് എട്ടാമത്തെ ചാപ്റ്റർ ആയുള്ള ആപ്ലിക്കേഷൻ ഓഫ് ഇന്റഗ്രൽസിൽ നിന്ന് എന്തായാലും നമ്മൾ പഠിച്ചിരിക്കേണ്ട ചോദ്യങ്ങളാണ്. ഈ ചോദ്യങ്ങളിൽ ഏതെങ്കിലും ഒന്ന്, അതായത് ഈ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എന്തായാലും എക്സാമിന് എക്സ്പെക്ട് ചെയ്യാം. ഒരു ചോദ്യം മാത്രമേ ഈ ചാപ്റ്ററിൽ നിന്ന് വരും. ആൻഡ് ചാപ്റ്ററിന്റെ വെയിറ്റേജ് എന്ന് പറയുന്നത് 4 മാർക്ക്. സോ റെഡി ആണല്ലോ? ഫസ്റ്റ് ഈ ഒരു ചോദ്യം നോക്കിക്കേ. ഒരു 1 വേർഡ് ആയിട്ട് ചോദിക്കാൻ ചാൻസ് ഉള്ള 4 മാർക്കിൽ 1 മാർക്ക് നിങ്ങൾക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അതായത് ഈ ഒരു ചാപ്റ്ററിന്റെ ഒരു കൺസെപ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടിയുള്ള ഒരു ചോദ്യം നോക്കിക്കോ. ഏരിയ ഓഫ് ദ ഷെയ്ഡഡ് റീജിയൻ ഇൻ ദ ഫിഗർ ഈസ് ഈക്വൽ ടു എക്സ് ആക്സിസിൽ സി മുതൽ ഡി വരെയുള്ള പോർഷൻ, ഈ കേർവിന്റെ അണ്ടറിലുള്ള ഷെയ്ഡ് ചെയ്ത റീജിയന്റെ ഏരിയ. അത് വളരെ സിമ്പിളാണ്, നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ഏരിയ ഫൈൻഡ് ചെയ്യണമെങ്കിൽ നമ്മൾ ഇവിടെ എന്താ ചെയ്യുക? സി മുതൽ ഡി വരെയുള്ള റീജിയനെ ഇന്റഗ്രേറ്റ് ചെയ്യും. ഇന്റഗ്രൽ സി ടു ഡി. എന്തിനാ ചെയ്യേണ്ടത്? ഈ കേർവിന്റെ അണ്ടറിലുള്ള ഏരിയ അല്ലേ വേണ്ടത്. അപ്പോൾ ഈ കേർവ് എഫ് ഓഫ് എക്സിനാണ് ഇന്റഗ്രേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ എഫ് ഓഫ് എക്സ് ഡി എക്സ്, ഇതാണ് ആൻസർ കറക്റ്റ് വരിക. അല്ലെങ്കിൽ ഇങ്ങനെ എഴുതിയാലും പ്രശ്നമല്ല. ഇന്റഗ്രൽ സി ടു ഡി, എഫ് ഓഫ് എക്സിന് പകരം വൈ എന്നല്ല അവിടെ ഉള്ളത്. അപ്പോൾ വൈ ഡി എക്സ് ഇങ്ങനെ എഴുതിയാലും എന്താണ് ആൻസർ കറക്റ്റ് ആണ്. അപ്പോൾ ഈ ഒരു ഓപ്ഷൻ ഉള്ളത് ഏതാണെന്ന് നോക്കിക്കുക. ഇന്റഗ്രൽ സി ടു ഡി എഫ് ഓഫ് എക്സ് ഡി എക്സ്. ഓപ്ഷൻ ഡി ആണ് എന്ത് നിങ്ങളുടെ റൈറ്റ് ആൻസർ വരുന്നത്. കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടല്ലോ? അങ്ങനെയാണെങ്കിൽ ഇതാ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നമുക്ക് 4 മാർക്കിന് എക്സ്പെക്ട് ചെയ്യാവുന്ന ക്വസ്റ്റ്യനിൽ ആദ്യത്തെ ചോദ്യം. ഫൈൻഡ് ഏരിയ എൻക്ലോസ്ഡ് ബൈ ദ സർക്കിൾ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈസ് ഈക്വൽ ടു എ സ്ക്വയർ. അപ്പോൾ നിങ്ങൾ ആദ്യം മനസ്സിലാക്കി വെക്കേണ്ട കാര്യം, ഒരു സർക്കിളിന്റെ സെന്റർ 0 0 ആണെങ്കിൽ ആ സർക്കിളിന്റെ ഇക്വേഷൻ വരിക എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈസ് ഈക്വൽ ടു എ സ്ക്വയർ എന്നാണ്. നോക്കിക്കടാ, ഈ സർക്കിൾ ഇതാണ് ഞാൻ ഇവിടെ വരയ്ക്കുന്ന സർക്കിൾ. അപ്പോൾ നിങ്ങൾക്ക് സർക്കിൾ കാണാം. ആൻഡ് ഈ സർക്കിൾ അടുത്തത് സർക്കിൾ ഞാൻ ഇങ്ങനെ ഡിവൈഡ് ചെയ്തു. നോക്കിക്കോ, എന്തിനാ ഡിവൈഡ് ചെയ്തെന്നുള്ളതൊക്കെ പറഞ്ഞുതരാം. ഈ സർക്കിളിന്റെ സെന്റർ 0 വരുന്നത്. ആൻഡ് ഇവിടെ നോക്ക് നിങ്ങൾ, എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈസ് ഈക്വൽ ടു എ സ്ക്വയർ ആണെങ്കിൽ റേഡിയസിന്റെ സ്ക്വയർ ആണ് ഇവിടെ ഉള്ള എന്ത് എ സ്ക്വയർ എന്ന് പറഞ്ഞാൽ. അതായത് നിങ്ങളുടെ റേഡിയസ് എന്ന് പറയുന്നത് എന്താ? എ ആണ് റേഡിയസ്. വിച്ച് മീൻസ് ഇത് സെന്റർ 0 ആണെങ്കിൽ ഇവിടുന്ന് ഇങ്ങോട്ടേക്കുള്ള ഈ ഡിസ്റ്റൻസ് എ ആയിരിക്കും. ഇവിടെ മാർക്ക് ചെയ്യുന്ന പോയിന്റ് എന്താ? എ. റെഡി ആണല്ലോ? പ്രശ്നമൊന്നുമില്ല. ഇനി എപ്പോഴും സർക്കിളിന്റെ ക്വസ്റ്റ്യൻ തരുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു ചിലപ്പോൾ 16 വരാം, 25 വരാം, എന്തും വരാം. അങ്ങനെയാണെങ്കിൽ ആ സർക്കിളിന്റെ സെന്റർ എന്തായാലും 0 0. അപ്പം നമ്മൾ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് ഈ ഒരു ചെറിയൊരു പോർഷൻ, അതായത് ഫസ്റ്റ് ക്വാഡ്രന്റിൽ ആ ഒരു റീജിയന്റെ ഏരിയ മാത്രമേ നമ്മൾ ഫൈൻഡ് ചെയ്യുന്നുള്ളൂ. നിങ്ങൾ ശ്രദ്ധിച്ചോ, കൃത്യമായിട്ട് ശ്രദ്ധിച്ചോ. ഈ ഒരു പോർഷൻ നമ്മൾ ഏരിയ ഫൈൻഡ് ചെയ്യുന്നത് ഈ ഒരു പോർഷൻ മാത്രം. റെഡി? അപ്പോൾ ആ ഒരു പോർഷന്റെ ഏരിയ കിട്ടണമെങ്കിൽ എന്നിട്ട് നമ്മൾ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് നമുക്ക് സർക്കിളിന്റെ മൊത്തം ഏരിയ കിട്ടുക. അപ്പോൾ ശ്രദ്ധിച്ചേ, ഫസ്റ്റ് ഈ കേർവ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈസ് ഈക്വൽ ടു എ സ്ക്വയർ എന്നാണ്. നമ്മൾ എക്സ് ആക്സിലാണ് നമ്മുടെ പോയിന്റ് എടുത്തത്, ശരിയല്ലേ? 0 മുതൽ എ വരെയുള്ള റീജിയനെ നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ ഈ ഒരു റീജിയൻ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈസ് ഈക്വൽ ടു എ സ്ക്വയർ എന്ന് പറഞ്ഞ സർക്കിളിന്റെ ഈ ഒരു റീജിയൻ നിങ്ങൾ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ആദ്യം ഫംഗ്ഷൻ നിങ്ങൾ എക്സിന്റെ ടേമിലാക്കാൻ നോക്കണം. അതായത് ഇവിടെ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈസ് ഈക്വൽ ടു എ സ്ക്വയർ ആണ്. അപ്പോൾ വൈ സ്ക്വയർ ഈസ് ഈക്വൽ ടു എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ എന്ന് മാറ്റി എഴുതാം. അതായത് വൈ ഈക്വൽ ടു എന്താ? റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ. നമുക്ക് ആവശ്യമുള്ളത് ഇതാണ് ആക്ച്വലി എന്ത് നിങ്ങളുടെ ഈ കേർവിന്റെ ഇക്വേഷൻ. വൈയുടെ ടേമിലാണ്, വൈ ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ടാണ്, അതായത് എക്സിന്റെ ടേമിലെ ഫംഗ്ഷൻ. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് എന്താ? നിങ്ങൾ ഇന്റഗ്രേറ്റ് ചെയ്യുക. ഏരിയ ഓഫ് സർക്കിൾ അല്ലേ നമുക്ക് വേണ്ടത്. അപ്പോൾ അത് കൃത്യമായിട്ട് ശ്രദ്ധിച്ചോ. ഏരിയ ഓഫ് സർക്കിൾ ഈസിയാണ് കേട്ടോ. ഏരിയ ഓഫ് സർക്കിൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യുക? നിങ്ങൾ ആദ്യം ഈ റീജിയൻ എവിടെ മുതൽ എവിടെ വരെ? 0 മുതൽ എ വരെ. അപ്പോൾ ഇന്റഗ്രൽ 0 ടു എ. എന്തിനാ ഇന്റഗ്രേറ്റ് ചെയ്യേണ്ടത്? ആ കേർവിനെ, വൈ. അതായത് വൈ എന്ന് പറഞ്ഞാൽ റൂട്ട് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ ഡി എക്സ്. ഇനി ഇതാ നോക്കിക്കോ, നിങ്ങളിപ്പോൾ ഒറ്റ ക്വാഡ്രന്റിൽ ഏരിയ മാത്രമല്ലേ ഫൈൻഡ് ചെയ്യുന്നുള്ളൂ. 4 എണ്ണത്തിൽ നിന്ന് ഫൈൻഡ് ചെയ്യണമെങ്കിൽ നിങ്ങൾ 4 ഇൻറ്റു ചെയ്താൽ ആ സർക്കിളിന്റെ ടോട്ടൽ ഏരിയ കിട്ടി. ഇനി സിമ്പിളാണ്. നോക്കേ, 4 ഇൻറ്റു ഇന്റഗ്രൽ എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ ആണെങ്കിൽ സ്റ്റാൻഡേർഡ് റിസൾട്ട് എന്താ? അത് കൃത്യമായിട്ട് പഠിച്ചു വെക്കണം. ഇതാണ് x/2 റൂട്ട് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ പ്ലസ്, ഇനി പ്ലസ്സോ മൈനസോ, നിങ്ങൾ അവിടെ ഒരു 3 ഇക്വേഷൻ പഠിക്കുന്നുണ്ട്. പ്ലസ്സോ മൈനസോ എങ്ങനെ മനസ്സിലാക്കി വെക്കുക? എ സ്ക്വയറിന് മുമ്പിൽ സൈൻ ചെയ്താൽ നോക്കിയാൽ മതി. അപ്പോൾ പ്ലസ് എ സ്ക്വയർ ബൈ 2 സൈൻ ഇൻവേഴ്സ് എക്സ് ബൈ എ പ്ലസ് സി ആയിരുന്നു. പക്ഷെ ഇവിടെ ഡെഫിനിറ്റ് ഇൻ്റഗ്രൽ ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മുടെ ലിമിറ്റ്സ്, ഏതൊക്കെ ലിമിറ്റ്? 0 മുതൽ എ വരെ, അത് കൊടുക്കുന്നു. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എക്സിന് ഫസ്റ്റ് എ കൊടുക്കുക, ശരിയല്ലേ? എന്നിട്ട് 0 കൊടുക്കുക. അങ്ങനെയാണെങ്കിൽ നമ്മുടെ അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് എന്താ കിട്ടുക നോക്കാം. ഈക്വൽ ടു നോക്കിക്കോ, 4 ഇൻറ്റു ഫസ്റ്റ് x/2 അല്ലേ? ആ x/2 എക്സിന് പകരം എ കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് എന്താ കിട്ടുക? a/2 റൂട്ട് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ ആണ്. അപ്പോൾ എ സ്ക്വയർ മൈനസ് എക്സിന് പകരം വീണ്ടും എ കൊടുക്കുക പ്ലസ് എ സ്ക്വയർ ബൈ 2 സൈൻ ഇൻവേഴ്സ് എക്സ് ബൈ എ എന്നാണ്. അതായത് എക്സിന് പകരം വീണ്ടും എ കൊടുക്കുന്നു. അപ്പോൾ സൈൻ ഇൻവേഴ്സ് എ ബൈ എ. അപ്പോൾ അത് ചെയ്തേ. ഇനി അടുത്ത നിങ്ങളിതാ, അപ്പോൾ അപ്പർ ലിമിറ്റ് കൊടുത്തു. ഇനി എന്താ ചെയ്യേണ്ടത്? മൈനസ് ലോവർ ലിമിറ്റ്. നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഇവിടെ എക്സിന് പകരം 0 കൊടുത്താൽ 0/2 ദിസ് ടേം 0 ആയി പോകും. ഇവിടെ സൈൻ ഇൻവേഴ്സ് 0/2
ബൈ എ, എക്സിന് പകരം 0 കൊടുത്താൽ ഈ ടേം മൊത്തം 0 ആയി പോകും. അപ്പോൾ രണ്ടും 0 ആകുന്നതുകൊണ്ട് അത് നിങ്ങൾ എഴുതണ്ട, 0 + 0 എന്ന് ഇട്ടാൽ മതി. യെസ്, അങ്ങനെയാണെങ്കിൽ നമ്മുടെ ആൻസർ നോക്കിക്കോ. ഇനി അടുത്തൊരു കാര്യം കൂടി പറഞ്ഞു തരാം. ഇത് a² - a² 0 ആയി പോകും. അങ്ങനെയാണെങ്കിൽ ഈ ടേം നിങ്ങൾക്ക് എന്താ കിട്ടുക? 0 കിട്ടുക. അപ്പം നിങ്ങളുടേത് ആൻസർ വരുന്നത് ഇങ്ങനെയാണ്, ഈക്വൽ ടു 4 ഇൻറ്റു ഈ ഒരു ടേം മാത്രമേ ബാക്കിയുള്ളൂ, a²/2. സൈൻ ഇൻവേഴ്സ് a/a എന്ന് പറഞ്ഞാൽ എന്താ? സൈൻ ഇൻവേഴ്സ് 1 അല്ലേ? a/a എന്ന് പറഞ്ഞാൽ 1 അല്ലേ? അപ്പോൾ സൈൻ ഇൻവേഴ്സ് 1 എന്താ? π/2. അപ്പോൾ ദാ 4 ഇൻറ്റു a²/2 ഇൻറ്റു π/2. ഇതാണ് നിങ്ങളുടെ ആൻസർ വരുന്നത്. അപ്പോൾ നോക്കടാ, പൈ ഇൻറ്റു a² ഇൻറ്റു ഒരു 4 കൂടി ഉണ്ട് ബൈ ഈ 2 ഇൻറ്റു 2 ഉള്ള നമുക്ക് എന്ത് ചെയ്താം? 4 എന്ന് എഴുതാം. അങ്ങനെയാണെങ്കിൽ നോക്ക്, ഈ 4ഉം ക്യാൻസൽ ചെയ്തു. അപ്പോൾ നിങ്ങളുടെ സർക്കിളിൻ്റെ ഇക്വേഷൻ എന്താ? സർക്കിളിൻ്റെ ഏരിയ എന്താ? ഏരിയ ഓഫ് സർക്കിൾ ഈസ് ഈക്വൽ ടു πa². എടാ റേഡിയസ് a അല്ലേ പറഞ്ഞത്? അങ്ങനെയാണ് സർക്കിളിൻ്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ πa². സിമ്പിളാണ്, ഈ കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക, ഒരു കൺഫ്യൂഷനും ഇല്ല. ഇനി ഇതിപ്പോൾ 16 ആണ് തരുന്നതെങ്കിലോ π ഇൻറ്റു 4², അതായത് 16π. അപ്പോൾ എന്താണോ റേഡിയസിൻ്റെ സ്ക്വയർ വരുന്നത് അത് ഇൻറ്റു പൈ ചെയ്താൽ മതി. πr² അല്ലേ സർക്കിളിൻ്റെ ഇക്വേഷൻ? സിമ്പിളായുള്ള കാര്യം. a² വാല്യൂ മാറും, പക്ഷേ ക്വസ്റ്റ്യൻ ഇങ്ങനെ ആയിരിക്കും വരിക. സോ നോക്കിക്കോ, അടുത്തൊരു ക്വസ്റ്റ്യൻ കൂടി. ഫൈൻഡ് ദ ഏരിയ ഓഫ് ദ റീജിയൻ ബൗണ്ടഡ് ബൈ ദ എലിപ്സ്. എടാ ഇവിടെ നോക്ക്, x² ഡിനോമിനേറ്ററിലെ വലുതുള്ളത്, അതായത് a² എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 16 ആണ്. a എന്ന് പറഞ്ഞാൽ അതിൻ്റെ റൂട്ട് 4 ആണ്. b² എന്ന് പറഞ്ഞാൽ ചെറുത് ഏതാണോ അതാ b² കൊടുക്കുക. അപ്പോൾ b² 9 ആണെങ്കിൽ b എന്താ? 3. സോ നിങ്ങൾ വരയ്ക്കേണ്ടത് നമ്മുടെ എലിപ്സ്. എലിപ്സ് എങ്ങനെ എലിപ്സ് വരിക? x² ഡിനോമിനേറ്ററിലാണ് ഏറ്റവും വലുത് വരുന്നത് 16. അപ്പോൾ അതായത് എലിപ്സിൻ്റെ മേജർ ആക്സിസ് വരിക x ആ. അപ്പോൾ അതാ ഏകദേശം ഇങ്ങനെ വരുന്ന എലിപ്സ് ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുക. അതായത് ആക്സിസുകൾ വരയ്ക്കേണ്ടത് നോക്കിക്കോ. ആക്സിസ് ഫസ്റ്റ് ഞാൻ y ആക്സിസ് വരച്ചു, ആൻഡ് അടുത്തത് x ആക്സും വരച്ചു. ഇങ്ങനെയാണ് ആ എലിപ്സ് വരിക. കൺഫ്യൂഷൻ ഒന്നുമില്ലല്ലോ? അപ്പോൾ സിമെട്രിക് ആയിരിക്കും, കറക്റ്റ് സിമെട്രിക് ആയിട്ടുണ്ടാവുക. നമ്മൾ ചെയ്യുന്നത് ഫസ്റ്റ് ക്വാഡ്രൻറ്റിലെ ഏരിയ ഫൈൻഡ് ചെയ്യുന്നു, ഇൻറ്റു 4 ചെയ്യുന്നു, എലിപ്സിൻ്റെ ഏരിയ കിട്ടുന്നു. എടാ ഇവിടെ നോക്ക് നിങ്ങൾ, ഇവിടെ ഞാൻ മാർക്ക് ചെയ്യുന്ന പോയിന്റ് എന്തായിരിക്കും? ഇത് 0 അതിന് സംശയമൊന്നുമില്ല, കാരണം ഈ എലിപ്സിൻ്റെ സെൻറ്റർ 0 ആണ്. ഇനി നോക്ക്, മേജർ ആക്സിസ് x ആണ് നമുക്ക് മനസ്സിലായിട്ടുണ്ട്. x² അടിയിൽ ഏറ്റവും വലുത് വരുന്നത്. സോ മേജർ ആക്സിൻ്റെ എൻഡ് പോയിന്റ് ആണ് a വെച്ച് റെപ്രസെൻറ്റ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ ഈ പോയിന്റ് 4ഉം ഈ പോയിന്റ് 3ഉം അല്ലേ? അതിൽ കൺഫ്യൂഷൻ ഒന്നും ഇല്ലല്ലോ. സോ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഫസ്റ്റ് ക്വാഡ്രൻറ്റിലെ ഏരിയ വേണം. ഈ റീജിയനിലെ ഏരിയ നമ്മൾ ഫൈൻഡ് ചെയ്യും, എന്നിട്ട് 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. അപ്പോൾ ഫസ്റ്റ് ക്വാഡ്രൻറ്റിലെ ഏരിയ ആണ് നമ്മൾ ഫൈൻഡ് ചെയ്യുന്നത് കേട്ടോ. സോ സംഭവം സിമ്പിളാണെന്ന് നിങ്ങൾക്കറിയാം. സോ നോക്കിക്കോ, ഞാൻ അതൊന്ന് ഷെയ്ഡ് ചെയ്ത് വെക്കാം. ഈ ഒരു റീജിയൻ്റെ ഏരിയ ആണ് നമ്മൾ ഫൈൻഡ് ചെയ്യുക, എന്നിട്ട് 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. അപ്പോൾ ഏരിയ ഓഫ് എലിപ്സ് കിട്ടും. അപ്പോൾ അതാ നോക്കിക്കോ, സംഭവം സിമ്പിളാണ്. ഇനി അതിൻ്റെ ഈ കേവ് ഏതാണെന്ന് ആദ്യം ഒന്ന് മനസ്സിലാക്കി വെക്കണ്ടേ? x² എന്ന് പറഞ്ഞാൽ ആക്ച്വലി 4² ആണ്, പ്ലസ് y² 9 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആക്ച്വലി 3² ആണ്, ഈക്വൽ ടു 1. ഇത് നമുക്ക് എന്തായിട്ട് വേണം? y ഈക്വൽ ടു f(x) എന്ന് പറഞ്ഞ ടേമിൽ, അതായത് y ഈക്വൽ ടു എന്ന് പറഞ്ഞ ടേമിലായിരിക്കണം, ഫംഗ്ഷൻ എക്സിൻ്റെ ടേമിലാവണം. നോക്കിക്കോ, ഞാൻ ഇത് റൈറ്റിലേക്ക് എടുക്കുന്നു. അപ്പോൾ y² 3² is equal to 1 minus x² / 4². ഇതൊന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ 4² into 1 4² minus x² ഡിവൈഡഡ് ബൈ ഇവിടെ എന്താ വരിക? 4² വരും. ആൻഡ് എടാ ഈ ബൈ 3² ഇങ്ങോട്ട് ഉണ്ടോയെന്നുണ്ടെങ്കിൽ ഇൻറ്റു 3² എഴുതിക്കൂടെ? അപ്പോൾ ഇവിടെ y² മാത്രമേ ബാക്കിയുള്ളൂ അല്ലേ? സോ അങ്ങനെയാണെങ്കിൽ y എന്തായിരിക്കും? y എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൊത്തം റൂട്ട് എടുക്കണ്ടേ? അപ്പോൾ അതാ റൂട്ട് 4² മൈനസ് x² വരും. പിന്നെ അതാ 3²നും 4² കൂടി റൂട്ട് കൊടുക്കണം. അപ്പോൾ അതാ റൂട്ട് ഓഫ് 3² / 4². 3² റൂട്ട് 3 ആണ്. അപ്പോൾ നിങ്ങളുടെ y എന്ന് പറയുന്നത് 3. 4² റൂട്ട് എടുത്താൽ 4 ആണ്. അപ്പോൾ 3/4 ഇൻറ്റു റൂട്ട് ഓഫ് 4² മൈനസ് x². ഇതാണ് ആക്ച്വലി നിങ്ങളുടെ കേവ്. അതായത് ഈ കേവിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് ഇതാ y ഈക്വൽ ടു 3/4 റൂട്ട് 4² മൈനസ് x². ഇതിനെയാണ് ഇൻറ്റഗ്രേറ്റ് ചെയ്യേണ്ടത്. ഒരു ക്വാഡ്രൻറ്റിലത് കിട്ടാൻ നമുക്ക് 4ഉം വേണം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ചെയ്യുന്നത് കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വെച്ചോ. ഏരിയ ഓഫ് എലിപ്സ്, എലിപ്സിൻ്റെ ഏരിയ എന്ന് പറയുന്നത് ഏരിയ ഓഫ് എലിപ്സ് സിമ്പിളാണ്. ഏരിയ ഓഫ് എലിപ്സ് നമുക്ക് 4 ക്വാഡ്രൻറ്റിലത്തതും വേണ്ടേ? അപ്പോൾ 4 ഇൻറ്റു ഒന്നിലത്തതാണെങ്കിൽ എന്തായിരുന്നടാ? ഒന്നിലത്തതാണ് ചെയ്യേണ്ടതെങ്കിൽ ഞാൻ എന്താ ചെയ്യേണ്ടത്? 3/4 ഇൻറ്റു റൂട്ട് 4² മൈനസ് x² ഇൻറ്റിഗ്രേറ്റ് ചെയ്താൽ മതി. അപ്പോൾ 4 എണ്ണം വേണ്ടത് കൊണ്ട് ഞാൻ എവിടെ മുതൽ എവിടെ വരെ ചെയ്യുന്നു? 0 മുതൽ 4 വരെ. ഒന്നിൻ്റെത് ചെയ്ത് 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. 0 മുതൽ 4 വരെ എന്തായിരുന്നുള്ളത്? 3/4 റൂട്ട് ഓഫ് 4² മൈനസ് x² dx. ഇനി എങ്ങനെയാണ് നോക്കടാ? ഞാൻ ഈ 4 ഇവിടെ ഇടുന്നുണ്ട്. 3/4 കോൺസ്റ്റൻറ്റ് പുറത്തിറക്കുന്നു. ഓക്കെ, പ്രശ്നമൊന്നുമില്ലല്ലോ. അപ്പോൾ ദാ നോക്ക്, ഇപ്പം ഇത്രയേ ഉള്ളൂ. 0 to 4 റൂട്ട് 4² മൈനസ് x². 4² മൈനസ് x². ഓക്കെ, റെഡി. സോ അങ്ങനെയാണെങ്കിൽ ഇടാ ആൻസർ നോക്കിക്കേ, വളരെ ഈസിയാണ്. ഈ 4ഉം ക്യാൻസൽ ചെയ്തൂടെ? അങ്ങനെ ഒരു ഭാഗ്യം കിട്ടിയില്ലേ നമുക്ക്? 4ഉം ക്യാൻസൽ ചെയ്തു. ആൻഡ് അടുത്ത സ്റ്റെപ്പിൽ ഞാൻ എഴുതുന്നത് 3 ഇൻറ്റു
ഇത് ഇൻ്റഗ്രേറ്റ് ചെയ്താൽ എന്താ കിട്ടുക? 0 to 4 ആണ്. √4² - x² എന്നുള്ളത് അത് നമ്മൾ നേരത്തെ പഠിച്ച അതേ ഫോമില a² - x². ആ റൂട്ടിൻ്റെ ഉള്ളിലായാലും എങ്ങനെയാണോ ഇൻ്റഗ്രേറ്റ് ചെയ്യുക അതേപോലെ തന്നെ. അപ്പോൾ 3 × ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. a² - x² ആണ് റൂട്ടിൻ്റെ ഉള്ളിൽ വരുന്നതെങ്കിൽ x/2 എന്താണോ റൂട്ടിൻ്റെ ഉള്ളിലുള്ളത് അത് എഴുതുക. 4² - x² പ്ലസ് a²/2. a² എന്ന് പറഞ്ഞാൽ 4². സൈൻ ഇൻവേഴ്സ് x/a. x/a എന്ന് പറഞ്ഞാൽ a² 4² ആണെങ്കിൽ a എന്ന് പറഞ്ഞാൽ 4. എന്നിട്ട് അതിൻ്റെ ലിമിറ്റ് എന്തൊക്കെയാണ്? 0 to 4. സിമ്പിൾ. ആൻഡ് അടുത്ത് നോക്കിക്കോ, 3 കോൺസ്റ്റൻറ്റ് പുറത്തുണ്ട്. 3 × നിങ്ങൾ എക്സിന് പകരം ഫസ്റ്റ് 4 കൊടുക്കുന്നു. അപ്പോൾ 4/2 റൂട്ട് 4² മൈനസ് എക്സിന് പകരം 4 കൊടുത്താൽ 4² പ്ലസ് 4² എന്ന് പറഞ്ഞാൽ 16. 16/2 8 എന്ന് വരും. 8 സൈൻ ഇൻവേഴ്സ് x/a അതായത് 4/4. ഓക്കെ, ഈസി ആണല്ലോ, പ്രശ്നമൊന്നുമില്ല. ഇനി അടുത്തത് ഇതാ, നമ്മൾ ഇത് ഓൾറെഡി കൊടുത്തു കഴിഞ്ഞു. ഇനി നമ്മൾ ചെയ്യേണ്ടത് മൈനസ് 0 കൊടുക്കുമ്പോൾ എന്തായാലും ഞാൻ പറഞ്ഞു 0 0 തന്നെയാണ് കിട്ടുക. ഓക്കെ, റെഡി. അതിന് അടുത്തത് ഇതാ നോക്കിക്കോ, ഇതും കൂടി 0 ആയി പോകൂലേ? 4² - 4² 0. അപ്പോൾ അത് നമ്മൾ എഴുതേണ്ട ആവശ്യമില്ലല്ലോ. സോ നമുക്ക് ഫൈനലായിട്ട് വരുന്നത് ഇത് മാത്രമേ ഉള്ളൂ. 3 × 8 × സൈൻ ഇൻവേഴ്സ് 4/4 എന്ന് പറഞ്ഞാൽ സൈൻ ഇൻവേഴ്സ് 1 ആണ്. അപ്പോൾ സൈൻ ഇൻവേഴ്സ് 1 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഈസ് π/2. ഓക്കെ, റെഡി. അപ്പോൾ ദാ 24 × π/2. 24 × π/2 നമുക്ക് 2ഉം 24ഉം ക്യാൻസൽ ചെയ്തിട്ടുണ്ട്. 24/2 12 എന്ന് കിട്ടും. അപ്പോൾ 12 π² യൂണിറ്റ് ആയിരിക്കും എന്ത്? നിങ്ങളുടെ ആ എലിപ്സിൻ്റെ ഏരിയ എന്ന് പറയുന്നത്. റെഡി. അപ്പോൾ ഏരിയ ഓഫ് എലിപ്സ് നമുക്ക് സിമ്പിളായിട്ട് കിട്ടി. അപ്പോൾ ഇത് കൃത്യമായിട്ട് പഠിച്ചു വെക്കുക, ഈസിയാണ്, ഒരു ബുദ്ധിമുട്ടും ഇല്ലാത്തതാണ്. ആൻഡ് ഒരു ക്വസ്റ്റ്യൻ കൂടി നോക്കിക്കേ. ഫൈൻഡ് ദ ഏരിയ ബൗണ്ടഡ് ബൈ ദി കർവ് y = sin x ആൻഡ് ദ ലൈൻസ് x = 0, x = 2π ആൻഡ് x ആക്സിസ്. ആദ്യം sin x-ന്റെ ഗ്രാഫ് ഒന്ന് വരയ്ക്കാം. sin x-ന്റെ ഗ്രാഫ് വരയ്ക്കുന്നത് നോക്കിക്കോ, വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് അറിയാവുന്നതാണ്. sin x-ന്റെ ഗ്രാഫ് ഇതാ, ഞാൻ y ആക്സും x ആക്സും ഒക്കെ എടുത്തിട്ടുണ്ട്. ഏകദേശം നമുക്കൊരു ഗ്രാഫ് വരയ്ക്കാം. ഇതാ നോക്ക്, ഇങ്ങനെയല്ലേ sin x-ന്റെ ഗ്രാഫ് വരിക? വേവ് ഷേപ്പിൽ, പീരിയോഡിക്. സോ നോക്ക്, ഇവിടെ ഞാൻ മാർക്ക് ചെയ്യുന്നത് 1, ഇവിടെ മാർക്ക് ചെയ്യുന്നത് -1. ഇതെന്തായിരിക്കും? π. ഇതെന്തായിരിക്കും? 2π. ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാ. ഇതെന്താ? 0. അപ്പോൾ sin x-ന്റെ ഗ്രാഫാണിത്. നമുക്ക് വേണ്ട നോക്കിയോ, ഫൈൻഡ് ഏരിയ ബൗണ്ടഡ് ബൈ ദി കർവ് y = sin x. അപ്പോൾ y = sin x എന്ന് പറയുന്ന കർവാണിത്. ഇതിൽ കൺഫ്യൂഷൻ ഒന്നുമില്ല. ആൻഡ് ദ ലൈൻസ് x = 0. x = 0 എന്ന് പറഞ്ഞാൽ ഈ y ആക്സിലെ ഈ ലൈനാണ്. x = 2π എന്ന് പറഞ്ഞാൽ ഇതാ, ഓക്കെ, x = y എന്ന് പറയുന്നത് ഈ ലൈനാണ്. നമ്മുടെ y ആക്സിനെയാണ് നമ്മൾ x = 0 എന്ന് പറയാം. x = π എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ലൈനാണ്. ഓക്കെ, അപ്പോൾ അതിൽ കൺഫ്യൂഷൻ ഒന്നും വരരുത്. ആൻഡ് ഇനി നോക്കിക്കോ, സംഭവം സിമ്പിളാണ്. നിങ്ങൾക്ക് വേണ്ടത് sin x-ഉം x ആക്സിസ് എന്ന് പറയുമ്പോൾ ഇതെല്ലാം കൂടി ബൗണ്ട് ചെയ്യുന്ന റീജിയനാണ്. അതെല്ലാം കൂടി ബൗണ്ട് ചെയ്യുന്ന റീജിയൻ എന്ന് പറയുന്നത് ഇതാ ഒന്ന് ഈ റീജിയൻ വരും, ഒന്ന് ഈ റീജിയൻ വരും. അപ്പോൾ ഇതിൻ്റെ ഏരിയ ആണ് നമുക്ക് ഫൈൻഡ് ചെയ്യേണ്ടത്. അപ്പോൾ ഏരിയ ഫൈൻഡ് ചെയ്യണമെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒറ്റ കാര്യമേ ഉള്ളൂ, ഇവിടെ 4th ക്വാഡ്രന്റിൽ നിങ്ങളുടെ കർവിൻ്റെ ഏതെങ്കിലും പീസ്, അതായത് നിങ്ങൾ ഏരിയ ഫൈൻഡ് ചെയ്യേണ്ട ഭാഗം വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഇത് നെഗറ്റീവാണ് കിട്ടുക. അപ്പോൾ അത് പോസിറ്റീവ് കിട്ടാൻ വേണ്ടി നമ്മൾ എന്താ ചെയ്യാന്നറിയോ? സംഭവം സിമ്പിളാണ്, ശ്രദ്ധിച്ചോ. ഏരിയ ഈസ് ഈക്വൽ ടു, നമ്മൾ sin x-നാണ് ഇൻ്റഗ്രേറ്റ് ചെയ്യുക. ഫസ്റ്റ് നമ്മൾ 0 മുതൽ π വരെ sin x-നെ ഇൻ്റഗ്രേറ്റ് ചെയ്യും. അപ്പോൾ ഇതിൽ പ്രശ്നമൊന്നുമില്ല, 0 മുതൽ π വരെ ഇൻ്റഗ്രേറ്റ് ചെയ്യും. പക്ഷേ ഇത് 4th ക്വാഡ്രന്റിലെ റീജിയൻ അല്ലേ. അപ്പോൾ നമ്മൾ π മുതൽ 2π വരെ sin x-നെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ പ്രശ്നമൊന്നുമില്ല. നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആൻസർ നെഗറ്റീവാണ് കിട്ടുക. അപ്പോൾ ഏരിയ ഒരു പോസിറ്റീവ് ക്വാണ്ടിറ്റി ആയതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? അബ്സല്യൂട്ട് വാല്യൂ എടുക്കണം. ഇനി ചെയ്ത് കാണിച്ചു തരാം. sin x-നെ ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ -cos x ആണ് കിട്ടുക. അപ്പോൾ നോക്ക്, നിങ്ങളുടെ ലിമിറ്റ് 0 to π പ്ലസ് sin x-നെ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ -cos x, നിങ്ങളുടെ ലിമിറ്റ് π to 2π. റെഡി? ഓക്കെ ആണ്, അബ്സല്യൂട്ട് വാല്യൂ ആണ്. മോഡ് ഇട്ട് കൊടുക്കണം. അപ്പോൾ നോക്ക്, മൈനസ് പുറത്തെടുത്താൽ നിങ്ങൾക്ക് കിട്ടുന്നത് cos π - cos 0. ഈസി. റെഡി. ആൻഡ് അടുത്തത് പ്ലസ്, ഇവിടെയും മൈനസ് പുറത്തെടുത്താൽ നിങ്ങൾക്ക് കിട്ടുന്നത് cos 2π - cos π. ഓക്കെ, റെഡിയാണേ. സോ നോക്ക്, മോഡ് ഇട്ട് കൊടുക്കണേ. ആൻഡ് അടുത്തത് cos π എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഈസ് -1. ശരിയല്ലേ? cos 180 കാൽക്കുലേറ്ററിൽ അടിച്ച് നോക്കിയാൽ മതി. അതെന്താ? -1. ഇനി അടുത്തത് cos 0 എന്ന് പറഞ്ഞാൽ അത് 1, അപ്പോൾ -1 പ്ലസ് അടുത്ത നോക്ക്, മോഡ് ഓഫ് മൈനസ് cos 2π എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് 1 മൈനസ് cos π എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ -1. അപ്പോൾ ആൻസർ നോക്ക്, ഇത് -1 -2 -2 മൈനസ് പുറത്തുണ്ട്. അപ്പോൾ -2 ദാറ്റ് ഈസ് 2 പ്ലസ് ഇതാ 1 -1 എന്ന് പറഞ്ഞാൽ 1 + 1 2 മോഡ് -2 അല്ലേ. അപ്പോൾ മോഡ് -2 എന്ന് പറഞ്ഞാൽ എന്താ? 2 ആണല്ലേ. അപ്പോൾ 2 + 2 എന്നാണ് കിട്ടുക. അപ്പോൾ ആൻസർ എന്താ? 4. അപ്പോൾ ഇതിൻ്റെ ഏരിയ എന്താ? 4² യൂണിറ്റ്. അപ്പോൾ ഈ ഒരു കാര്യവും കൃത്യമായിട്ട് മനസ്സിലാക്കുക. 3rd ക്വാഡ്രന്റിലോ 4th ക്വാഡ്രന്റിലോ വരുന്നതാണെങ്കിൽ നിങ്ങൾ എന്തായാലും ആ റീജിയൻ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ അബ്സല്യൂട്ട് വാല്യൂ എടുക്കണം. റെഡി? സിമ്പിൾ ആയുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇങ്ങനെ cos x-ൻ്റെതും ചോദിക്കാറുണ്ട്. അപ്പോൾ ഈ ഒരു കൺസെപ്റ്റ് കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. ആൻഡ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ഏരിയ ഓഫ് ദ റീജിയൻ ബൗണ്ടഡ് ബൈ ദി കർവ് y² = x.
വൈ സ്ക്വയർ ഈക്വൽ ടു എക്സ് എന്ന് പറഞ്ഞാൽ ഏതാ ആക്ച്വലി ഷേപ്പ്? വൈ സ്ക്വയർ ഈക്വൽ ടു എക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പാരബോളയാണ് അല്ലേ, പാരബോള. അപ്പോൾ പാരബോളേൻ്റെ ഏരിയ കൂടി നമ്മൾ ജസ്റ്റ് ഒന്ന് ഫൈൻഡ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. സോ ഈസി ആണെടാ. ഞാൻ ആദ്യതാ എക്സ് ആക്സിസും വൈ ആക്സും ഫുള്ള് ഫില്ലായി പോയല്ലോ. സോ നോക്ക്, എക്സ് ആക്സും വൈ ആക്സും വരയ്ക്കാൻ പോവാണ്. ആദ്യം ഒരു വൈ ആക്സ് ഒക്കെ വരച്ച് ഒരു എക്സ് ആക്സും വരച്ച് വൈ സ്ക്വയർ ഈക്വൽ ടു എക്സ് എന്ന് പറഞ്ഞാൽ ഏത് ഭാഗത്തേക്ക് ഓപ്പൺ ആയി കിടക്കുന്ന പാരബോള ആയിരിക്കും? ജസ്റ്റ് ഒരു റഫ് ഫിഗർ ആണ് നമ്മൾ വരയ്ക്കുന്നത്. നോക്ക്, എക്സ് സ്ക്വയർ ഇല്ലാത്ത ടൈം എക്സ് പോസിറ്റീവാണ്. അപ്പോൾ പോസിറ്റീവ് എക്സ് ആക്സിലേക്ക് ഓപ്പൺ ആയി കിടക്കുന്ന പാരബോള, അതായത് നിങ്ങളുടെ പാരബോള ലുക്ക് ലൈക്ക് ദിസ്, ഇങ്ങനെ ഉണ്ടാവുക. ഇനി നോക്കേ, എക്സ് ആക്സിസ്, അപ്പോൾ ഇതാണ് കേവ്. ഇത് കേവിൻ്റെ പേര് വൈ സ്ക്വയർ ഈസ് ഈക്വൽ ടു എക്സ്. ഓക്കെ, പ്രശ്നമില്ല. എക്സ് ഈസ് ഈക്വൽ ടു 1, എക്സ് ഈക്വൽ ടു 1 ഇവിടെ ഇടാം, എക്സ് ഈക്വൽ ടു 4. അപ്പോൾ ആ ലൈനും കൂടി നമുക്ക് വരയ്ക്കണ്ടേ, എക്സ് ഈക്വൽ ടു 1ഉം എക്സ് ഈക്വൽ ടു 4ഉം. ഓക്കെ, എക്സ് ഈക്വൽ ടു 1 എന്ന് പറയുന്ന ലൈൻ ഏകദേശം ഇങ്ങനെ പോകും. ഓക്കെ, എക്സ് ഈക്വൽ ടു 4 എന്ന് പറയുന്ന ലൈൻ ഏകദേശം ഇങ്ങനെ പോകും. ഓക്കെ, അപ്പോൾ അത് രണ്ടും കിട്ടി. ഇനി എന്താ വേണ്ടത് നോക്ക്, ആൻഡ് എക്സ് ആക്സിസ്. എക്സ് ആക്സിസ് എന്ന് പറയുമ്പോൾ ഇത്, പിന്നെ ഈ കേവ്, പിന്നെ അത് എവിടെ ബൗണ്ട് ചെയ്യുന്ന റീജിയനാണ്? ഫസ്റ്റ് ക്വാഡ്രന്റ്. ഫസ്റ്റ് ക്വാഡ്രന്റിൽ ബൗണ്ട് ചെയ്യുന്ന റീജിയൻ ആണ്, അത് കൃത്യമായിട്ട് ശ്രദ്ധിക്കണം. അപ്പോൾ അതാ ഈ ഒരു ഏരിയ മാത്രമേ വരും. ഈ ഒരു ഏരിയയുടെ ആ ഒരു റീജിയൻ്റെ ഏരിയ ആണ് നിങ്ങൾ ഫൈൻഡ് ചെയ്യേണ്ടത്. അങ്ങനെയാണെങ്കിൽ സാർ ഇവിടെ മാർക്ക് ചെയ്യുന്ന പോയിന്റ് ഏതാ? 1. ഇവിടെ മാർക്ക് ചെയ്യുന്ന പോയിന്റ് ഏതാ? 4. അപ്പോൾ നിങ്ങൾ ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ടത് ഫംഗ്ഷൻ വൈ സ്ക്വയർ ഈക്വൽ ടു എക്സ് എന്നാണ്. പക്ഷേ നമ്മൾ എക്സ് ആക്സിലല്ലേ പോയിന്റ്സ് എടുത്തത്. അപ്പോൾ വൈ ഈക്വൽ ടു എന്ന് പറഞ്ഞാവണം. അപ്പോൾ വൈ ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താ കിട്ടുക? സ്ക്വയർ അങ്ങോട്ട് പോയിട്ടുണ്ടെങ്കിൽ റൂട്ട്. അപ്പോൾ വൈ ഈക്വൽ ടു റൂട്ട് എക്സിന് ഇൻ്റഗ്രേറ്റ് ചെയ്താൽ മതി. അപ്പോൾ നോക്കടാ, നമ്മുടെ ആൻസർ ഏരിയ ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ എവിടെ മുതൽ എവിടെ വരെ? 1 മുതൽ 4 വരെ. 1 മുതൽ 4 വരെ ആരെ ഇൻ്റഗ്രേറ്റ് ചെയ്യണം? റൂട്ട് എക്സിന്. അപ്പോൾ റൂട്ട് എക്സ് ഡി എക്സ്, സിമ്പിളായിട്ടുള്ള കാര്യം. റൂട്ട് എക്സിന് ഇൻ്റഗ്രേറ്റ് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടുന്നത് 2/3 എക്സ് റൈസ് ടു 3/2 ആണ്. ഓക്കെ, 2/3 കോൺസ്റ്റന്റ് ആയതുകൊണ്ട് ഈ എക്സ് റൈസ് ടു 3/2 മാത്രം ലിമിറ്റ് കൊടുത്താൽ മതി, 1 to 4. അപ്പോൾ നോക്കടാ, 2/3 എക്സിന് ഫസ്റ്റ് 4 കൊടുക്കുന്നു. അപ്പോൾ 4 റൈസ് ടു 3/2 മൈനസ് 1 റൈസ് ടു 3/2, പ്രശ്നമൊന്നുമില്ലേ. സോ അതാ 2/3 4 റൈസ് ടു 3/2 മൈനസ് 1ൻ്റെ പവറിൽ എന്ത് വന്നാലും 1 ആണ്. അപ്പോൾ 4 റൈസ് ടു 3/2 എന്താണെന്ന് കൂടി എന്നുള്ളത് കാണിച്ചു തരാം. 4 റൈസ് ടു 3/2 നമുക്ക് ആക്ച്വലി ഇങ്ങനെ എഴുതി കൂടെ, 4 റൈസ് ടു 1/2 ഓൾ ക്യൂബ് എന്ന് എഴുതാം. 4 റൈസ് ടു 1/2 എന്ന് പറഞ്ഞാൽ റൂട്ട് 4 ആണ്. അപ്പോൾ റൂട്ട് 4 ഓൾ ക്യൂബ് എന്ന് എഴുതാം. റൂട്ട് 4 എന്ന് പറഞ്ഞാൽ 2 ആണ്. അപ്പോൾ 2 ക്യൂബ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ? 8. ഇങ്ങനെ എഴുതുന്നതിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇല്ല. സോ അങ്ങനെയാണ് നോക്കടാ, 8 മൈനസ് 1 വരും. 8 മൈനസ് 1 എന്ന് പറഞ്ഞാൽ എന്താ? 7. അപ്പോൾ അതാ 2/3 ഇൻറ്റു 7 വരും. അങ്ങനെയാണ് നിങ്ങളുടെ ആൻസർ എന്താ? 2 ഇൻറ്റു 7 14. അപ്പോൾ 14/3 സ്ക്വയർ യൂണിറ്റ് ആയിരിക്കും എന്ത്? നിങ്ങൾ ആ ഷെയ്ഡ് ചെയ്ത ഫസ്റ്റ് ക്വാഡ്രന്റിലുള്ള ആ പോർഷൻ്റെ ഏരിയ. ഗോട്ട് ഇറ്റ്? സംഭവം സിമ്പിളാണ്. അപ്പോൾ ഈ ചോദ്യങ്ങളും ഈ ഒരു കൺസെപ്റ്റും കൃത്യമായിട്ട് നിങ്ങളുടെ മൈൻഡിൽ ഉണ്ടാവണം. ആപ്ലിക്കേഷൻ ഓഫ് ഇൻ്റഗ്രൽസ് സെറ്റാണ്. ഈ ചോദ്യങ്ങൾ കൃത്യമായിട്ട് പഠിച്ചാൽ മതി, 4 മാർക്ക് നിങ്ങളുടെ പോക്കറ്റിലെത്തും. അപ്പോൾ വീണ്ടും കാണാം. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക ആൻഡ് ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.